അവിടുന്ന് വിളിയൊന്നും വന്നില്ലല്ലോ മുത്തശ്ശി. മോളെ, വിളിയൊക്കെ രാവിലെ വന്നാ മതി മോളെ. ഞാൻ ഈ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുക. ഉണ്ണി ചിലപ്പോ മോളെ വിളിക്കും ഫോണില്. അങ്ങനെ വിളിക്കാണെന്നുണ്ടെങ്കിൽ മോള് ഫോൺ എടുക്കണ്ട. അതെന്താ അങ്ങനെ? നിങ്ങൾ തമ്മിൽ പിണക്കത്തില്ലല്ലേ മോളെ? ആ പിണക്കം കാരണം മോള് എടുത്തില്ലെന്നേ അവൻ കരുതൂ. ഏതായാലും ഇന്ന് ഈ രാത്രി ഓടിപ്പടച്ച് അങ്ങോട്ട് പോകണ്ട. അത് രാവിലെ പോവാം. അവിടെ ഇനി ആര് വിളിച്ചാലും മോള് ഫോൺ എടുക്കണ്ട. എന്തായാലും മോക്ക് വിളി വരുന്നുള്ള കാര്യം ഉറപ്പാ. എന്നാ പിന്നെ നീ മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുന്ന പോലെ മോളും ഓഫാക്കിക്കോ. അത് വേണ്ടമേ. അവിടുന്ന് ആരെങ്കിലും മോളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാലോ കണ്ണം വീടുന്നു. എന്തായാലും ഇന്നിനി ഉണ്ണി വിളിക്കാതിരിക്കില്ല. കണ്ണന്റെ മരണം ഉണ്ണിക്ക് സന്തോഷമായിരിക്കും അല്ലേടാ? പിന്നെ അല്ലാതെ. അവൻ പോയി കഴിഞ്ഞാലേ അധികാരം മുഴുവൻ പിന്നെ ഉണ്ണിയുടെ കയ്യിലല്ലേമേ. അതത്ര ചെറിയ കാര്യമല്ല. മോൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതമാ ഇനി മോളെ കാത്തിരിക്കുന്നത്. കണ്ണന് കൂട്ടായിട്ടാ ലക്ഷ്മി നമ്മൾ അവന് കൊടുത്തത്. അത് മനസ്സിലാക്കിയിട്ട് അവന്റെ പരിമിതികൾ എന്താണെന്ന് അവൻ കൃത്യമായിട്ട് ഓർത്തിട്ട് അവൻ നമ്മുടെ മോളെ കരയിക്കാതിരിക്കണമായിരുന്നു അമ്മേ. അതാണ്. അതിൽ അവന് പിഴവ് പറ്റിപ്പോയി. അതിനുള്ള മറുപടിയാ നമ്മൾ അവന് കൊടുത്തേ ഈ മരണത്തിലൂടെ.